കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ SFIക്ക് മാത്രമേ, ഇന്ത്യയിൽ SFI എന്നുള്ള ഏജൻസിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 210 അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് പ്രകാരം അനുസരിച്ചുള്ള അന്വേഷണം പോരാ, SFI വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അതിശക്തമായ നിയമ പോരാട്ടത്തിന്റെ ദിനങ്ങളായിരിക്കും കേരളം ഇനി കാണാൻ പോകുന്നത്. കേരള കർണാടക ഹൈക്കോടതിയിൽ നിർണായകമായ 2 കേസുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. കേരള ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും തിരിച്ചടിയെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കേണ്ടി വരും. കാര്യം അന്വേഷണവുമായി മുന്നോട്ട് എന്നുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതി വച്ചിരിക്കുന്നത്. ഏതായാലും മാസപ്പടിയിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് SFIO ആവശ്യപ്പെട്ടിരിക്കുന്നു. അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനെന്നായിരുന്നു KSIDCയോട് ഹൈക്കോടതി ചോദിച്ചത്. അതിശക്തമായ ചോദ്യങ്ങൾ. മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് തന്നെയാണ് SFIO ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അന്വേഷണത്തെ എതിർത്ത KSIDC നിലപാടിനെ കോടതി വിമർശിച്ചു. എക്സാലോജി കരാറിൽ CMRLനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ KSIDCയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നായിരുന്നു KSIDCയോട് ഹൈക്കോടതിയുടെ ചോദ്യം. വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് വ്യക്തമാക്കിയ KSIDC തങ്ങൾക്ക് പണമൊന്നും കിട്ടിയിട്ടില്ലെന്നും വിശദമാക്കി. KSIDCയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികളിലാണ് കോടതി വാദം കേൾക്കുന്നത്. CMRLനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും KSIDC കോടതിയിൽ വെളിപ്പെടുത്തി. അതേസമയം ചോദിച്ച വിശദീകരണം കാണിക്കാനും കോടതി ആവശ്യപ്പെട്ടു. രേഖകൾ ഹാജരാക്കാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്നായിരുന്നു KSIDCയുടെ മറുപടി. ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ലെന്നും കോടതി പറഞ്ഞു. കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. കേസ് ഈ മാസം 26ലേക്ക് മാറ്റിവെച്ചു. ഏതായാലും ഇനി ഓരോ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും മുള്ളുവിരിച്ചതാകുമെന്ന് വ്യക്തം. കേസ് 26ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം തുടർ നടപടികൾ എന്നതടക്കം കേരളം ഉറ്റുനോക്കുകയാണ്. ഏതായാലും കേരള ഹൈക്കോടതിയിലെ തിരിച്ചടിക്ക് പിന്നാലെ കർണാടക ഹൈക്കോടതിയിലും വരും ദിവസങ്ങൾ ചോദ്യങ്ങളായിരിക്കും മുഖ്യമന്ത്രിക്കും വീണയ്ക്കും CPMനുമെന്ന് വ്യക്തം. ഏതായാലും SFIO രണ്ടും കൽപ്പിച്ച് തന്നെ രംഗത്തുണ്ട്. സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതിയിലുണ്ട്. വരും ദിവസങ്ങൾ കൂടുതൽ വ്യക്തമായ ചോദ്യങ്ങൾ ഒരുപക്ഷെ വീണ വിജയൻ നൽകേണ്ടി വരും. കേരളത്തിലെ പൊതുസമൂഹവും ഉറ്റുനോക്കുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളും എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കുമ്പോൾ വരും ദിവസങ്ങൾ CPMനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ നിർണായകം തന്നെയാകുമെന്ന് വ്യക്തം. ഏതായാലും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിൽ നൽകിയ ഹർജി വരും ദിവസങ്ങളിൽ CPMനൊരു ഊരാക്കുടുക്കായി മാറുമെന്നുള്ളത് വ്യക്തം. മടിയിൽ കരമില്ലെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണമെന്ന ചോദ്യവും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ഉയർന്നു വരും. ഏതായാലും കർണാടക ഹൈക്കോടതിയിൽ SFIO ഡയറക്ടറെയും കേന്ദ്ര സർക്കാരിനെയും എതിർകക്ഷികളാക്കിയാണ് വീണയുടെ ഹർജി. വീണയ്ക്ക് വേണ്ടി ബംഗളൂരിലെ പ്രമുഖ അഭിഭാഷകനാണ് കോടതിയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനിടയിൽ PC ജോർജും ഷോൺ ജോർജും അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോവുക തന്നെയാണ്. കേരളത്തെ കട്ടമുടിക്കാൻ അനുവദിക്കില്ലെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്നും ഒപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്ന് തന്നെയാണ് PC ജോർജും മകനും അടിവരയിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാനത്തെ ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് പങ്കുള്ള, കേരള സംസ്ഥാന സർക്കാരിന്റെ പങ്കുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് 135 കോടി രൂപ കൈക്കൂലിയായി വിതരണം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റിയത്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റിയിരിക്കുന്ന ആരോപണമാണ് ഞാൻ ഉന്നയിച്ചത്. ആ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ SFIക്ക് മാത്രമേ, ഇന്ത്യയിൽ SFI എന്നുള്ള ഏജൻസിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 210 അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് പ്രകാരം അനുസരിച്ചുള്ള അന്വേഷണം പോരാ, SFI വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത്.